അശ്വതി, അന്ന് രാത്രി എന്താണ് സംഭവിച്ചത്? കാരണം പോലീസിൻ്റേതായിട്ടുള്ള ഒരു വേർഷൻ, അവരുടേതായിട്ടുള്ള ഒരു വാദം വന്നിട്ടുണ്ട്, ഒരു പോലീസ് ഭാഷ്യം വന്നിട്ടുണ്ട്. അന്ന് ഈ പറഞ്ഞതുപോലെ അശ്വതിക്ക് നേരെയോ അല്ലെങ്കിൽ കുട്ടികൾക്ക് നേരെയോ ഒന്നും പോലീസ് അതിക്രമം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. എന്താണ് അന്ന് സംഭവിച്ചത്? ഒന്ന് വിശദമാക്കാമോ? അന്ന് രാത്രി ഒരു പ്രകോപനവും കൂടാതെ ഗേറ്റ് തുറന്ന് പോലീസ് 2 പേരാണ് ഉണ്ടായിരുന്നത്. CI വിപിനും SI അഭിജിത്തും കയറി വരുമായിരുന്നു. ഞാനും എൻ്റെ ഭർത്താവും 2 മക്കളും വീട്ടിനകത്തുണ്ടായിരുന്നു. ഹസ്ബൻഡ് അന്ന് ഷർട്ടൊന്നും ഇട്ടിട്ടില്ലായിരുന്നു, അകത്തിരിക്കുമായിരുന്നു. അപ്പം ഓടി കയറി വന്നിട്ട് ഭർത്താവിനെ പിടിച്ച് വലിച്ച് കൊണ്ടുപോയി ഒരു അടിയും കൊടുത്ത് പിടിച്ച് വലിച്ചുകൊണ്ടുപോയി. ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, എന്താണ് കാര്യം എന്നിങ്ങനെ ചോദിച്ചപ്പോൾ എന്നെ ഒരടി തന്ന് പിടിച്ചു തള്ളിയപ്പോൾ എൻ്റെ മോനും വന്ന്, സാർ കരഞ്ഞുകൊണ്ടാണ് മോനും വന്നിട്ട് പറഞ്ഞു, സാർ എന്താണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മോനെയും പിടിച്ച് തള്ളി മാറ്റിയിട്ട് മോൻ്റെ നെഞ്ചത്ത് തോക്ക് ചൂണ്ടിയിട്ടാണ് പറയുന്നത്. അച്ഛനെ ഇങ്ങോട്ട് വിടുമെന്ന് പറഞ്ഞിട്ട് വെളിയിലോട്ടിറങ്ങി തോക്ക് വെച്ച് വെടിവെച്ചിട്ട് അകത്ത് കയറി വന്ന് എൻ്റെ മോനെ പിടിച്ചു മാറ്റിയിട്ട് പിന്നെ എൻ്റെ ഭർത്താവിനെ സൈഡിലോട്ട് മതിലിൻ്റെ ഭാഗത്തോട്ട് ഇരട്ടത്തോട്ട് കൊണ്ടുപോയി ഉപദ്രവിക്കാനായിരുന്നു ശ്രമിച്ചത്. ആ സമയത്ത് അതിലുണ്ടായിരുന്നൊരു പോലീസുകാരൻ പറയുന്നുണ്ട്, വീഡിയോ എടുക്കടാ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ സംഭവം അന്നവിടെ നടന്ന കാര്യങ്ങളാണ്. അശ്വതി, സാധാരണ പോലീസ് തോക്ക് ഉപയോഗിക്കുന്നത് ഈ ഒരാൾക്കൂട്ടത്തെ പിരിച്ചുവിടാനാണ്. സംഘർഷഭരിതമായിട്ടുള്ള ഒരു സാഹചര്യം, ആൾക്കൂട്ടം പോലീസിനെ ആക്രമിക്കാൻ ഒരുങ്ങി നിൽക്കുന്നു, അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിലാണ് സാധാരണ പോലീസ് തോക്ക് ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ മാധ്യമപ്രവർത്തനം നടത്തുന്ന സമയത്ത് തുമ്പ വെടിവെപ്പ് നടന്നിട്ടുണ്ട്. അന്ന് അന്ന് ജുഡീഷ്യൽ കമ്മീഷനൊക്കെ വെച്ചിരുന്നു. അന്ന് സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന രാജൻ സിംഗ് ഞങ്ങളുടെ മുന്നിൽ വെച്ചാണ് തോക്ക് ഉപയോഗിച്ചത്. കാരണം ആ രീതിയിൽ അക്രമാസക്തരായിട്ട് നിൽക്കുകയായിരുന്നു അവിടുത്തെ ജനങ്ങൾ. പോലീസ് വെടിവെക്കാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അത് അന്ന് ഞാൻ നേരിട്ട് കണ്ടതാണ്. ഞാൻ അന്ന് ജുഡീഷ്യൽ കമ്മീഷന് മൊഴി കൊടുക്കുകയും ചെയ്തതാണ്. അങ്ങനെയൊരു സാഹചര്യം, അക്രമാസക്തമായിട്ടുള്ള ഒരു ആൾക്കൂട്ടം അന്ന് അവിടെ ഉണ്ടായിരുന്നു നിങ്ങളുടെ വീടിന് ചുറ്റും? അങ്ങനെ അക്രമാസക്തമായ ആൾക്കൂട്ടം വന്നിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാനും ഭർത്താവും എൻ്റെ 2 മക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉണ്ടാകുന്നെന്ന് പറയാനായിട്ട് എൻ്റെ കടയിലൊരു സ്റ്റാഫ്, ഒരു പയ്യൻ അപ്പോഴും വന്നിട്ടേ ഉള്ളൂ. അവനൊന്ന് വീണിട്ട് കൈ ഒന്ന് തട്ടിയിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കാൻ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ക്യാഷ് എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, നീ വന്നാൽ മതി എന്ന് പറഞ്ഞു. ആ പയ്യന് മാത്രമാണ് ഈ പോലീസ് ഉദ്ദേശിക്കുന്ന ക്രൗഡെന്ന് പറയുന്നത് ഇതാണ്. ഈ സംഭവം ഈ വീട്ടിനകത്ത് വെച്ച് നടക്കുമ്പോൾ എൻ്റെ 8 വയസ്സായ കുഞ്ഞ് അകത്തിരിക്കുകയാണ്. അവനത് കണ്ട് പേടിച്ചിട്ട് എൻ്റെ ഫോൺ എടുത്ത് ചേട്ടൻ്റെ സഹോദരനെ വിളിച്ചു വരുത്തുമ്പോഴാണ് സഹോദരനും വൈഫും മോളും കൂടെ വരുന്നത്. ഈ പോലീസ് വരുന്ന ക്രൗഡ് എന്ന് പറയുന്നത് ഈ 7 പേരാണ്. ഇതിൽ 3 പേര് കുട്ടികളും 2 പേര് സ്ത്രീകളുമാണ്. ഇതിലെങ്ങനെയാണ് ഒരു ക്രൗഡ് വരുന്നത്? എങ്ങനെയാണ് നമ്മൾ പോലീസിനെ അറ്റാക്ക് ചെയ്യുന്നത്? എന്തിൻ്റെ പേരിലാണ് വെടിവെക്കേണ്ട സാഹചര്യം അവിടെ വരുന്നത്? 100 200 ഒരു ആൾക്കാർ കൂടുമ്പോഴാണ് ഒരു ക്രൗഡ് വരുന്നത്, പോലീസിനെ നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നത്. ആ സമയത്ത് യൂഷ്വലി അവരുപയോഗിക്കാതിരിക്കാം, എന്നാൽ ആ സമയത്താണെങ്കിൽ ഉപയോഗിക്കാം, കുഴപ്പമില്ല. ഇത് ആകെ 7 പേരാണുള്ളത്. പിന്നെ നമുക്ക് ആ ഒരു സമയത്ത് എന്ത് ചെയ്യണം എന്നറിയേണ്ടത് പോലീസ് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥയൊന്നും അല്ലായിരുന്നു. ഞാനായിരുന്നാലും ശരി, എൻ്റെ മക്കളായിരുന്നാലും ശരി. അശ്വതി, പോലീസ് പറയുന്നത് പോലെ അശ്വതിയുടെ ഭർത്താവ് ആർ സുഗതൻ കുപ്രസിദ്ധ ഗുണ്ടയാണോ, ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ എന്നൊക്കെയാണ് പറയുന്നത്. നിരവധി കേസുകളിൽ, വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് ആർ സുഗതൻ. അതുകൊണ്ടാണ് കാപ്പ ചുമത്തിയത് എന്നാണ് പോലീസിൻ്റെ ഭാഷ്യം. അശ്വതിയുടെ ഭർത്താവ് ഈ ക്രിമിനൽ സ്വഭാവമുള്ളൊരു വ്യക്തിയാണോ? എൻ്റെ ഭർത്താവ് ഒരു ഗുണ്ടയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനൊരു ഇലക്ഷന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇലക്ഷന് മത്സരിക്കാൻ പറ്റത്തില്ല. ഇത്രയും ഒരു ജനപ്രതിനിധിയായി ഇരിക്കുന്നത് കൊണ്ടാണ്. ഇതിപ്പോൾ ഇലക്ഷന് മത്സരിക്കുക എന്ന് പറയുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ മുന്നിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ച് അതിൽ നിന്ന് അവർ തിരഞ്ഞെടുക്കുന്നതാണ് നമ്മളെ, ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നത്. അത് ജനങ്ങൾ അംഗീകരിച്ചത് കൊണ്ടാണ് അദ്ദേഹം ഒരു
വാർഡ് കൗൺസിലറായത്. ഒരു ഗുണ്ടയായിട്ട് അടിപിടിയും അക്രമവുമായിട്ട് അല്ലെങ്കിൽ ഒരു കഞ്ചാവ് കേസുമായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് എൻ്റെ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാമല്ലോ. അങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സ്ഥാനാർത്ഥിയാവത്തില്ല, അദ്ദേഹം വാർഡ് കൗൺസിലർ ആവത്തില്ല, ഇത്രയും ജനസമ്മതനായി മാറത്തില്ല. അപ്പോൾ പോലീസ് കള്ളക്കേസിൽ കൊടുക്കുകയായിരുന്നു. ഈ അമ്പലത്തിലെ ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട് ആണല്ലോ വധശ്രമം ഉണ്ടാവുന്നത്, അല്ലേ? തീർച്ചയായും. അത് കള്ളക്കേസാണോ? അങ്ങനെയാണ്. അത് തികച്ചും കള്ളക്കേസാണ്. അന്ന് വൈകുന്നേരം ഇങ്ങനെ വെള്ളേക്കടവ് ദിക്കുബലിയുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു പ്രശ്നമുണ്ട്. ഗാനമേള അവതരിപ്പിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അവർ ഭക്തിഗാനമേള സമയത്ത് കുറച്ച് ആൾക്കാർ മദ്യപിച്ചിട്ട് വന്നിട്ട് അവിടെയുള്ള ആൾക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു. ഭക്തിഗാനമേള അല്ല, സിനിമാ പാട്ട് പാടണം എന്ന് പറഞ്ഞ് അവിടെ ഭയങ്കര സംഘർഷം നടക്കുകയാണ് എന്ന് പറഞ്ഞ് കൗൺസിലറിനെ വിളിക്കുകയാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളോടൊപ്പം TV കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് കോള് വരുന്നു. ഒരു പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് അപ്പോഴും തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഇൻഫോം ചെയ്തു, സാർ ഇതുപോലെ ഒരു പ്രശ്നം അവിടെ നടക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് പോലീസ് അവിടെ എത്തണം എന്നുള്ളൊരു ഇത് എൻ്റെ മക്കളുടെ മുമ്പിൽ വെച്ചാണ് അത് പറയുന്നത്. രണ്ടാമത്തെ കോൾ വന്നിട്ട് പറഞ്ഞു പോലീസ് ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പിന്നെയും കോൾ വരികയാണ്. ആ ഒരു അവസ്ഥയിലാണ് പോകാൻ നിർബന്ധിതനാവുന്നത്. അവിടെ ചെന്നപ്പോൾ ഞാൻ ദൃക്സാക്ഷിയല്ല. അവിടെ ചെന്നപ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അവിടെ നടക്കുന്ന പ്രശ്നത്തെ കൗൺസിലർ എന്നുള്ള നിലയിൽ പറഞ്ഞ് അതൊരു പ്രശ്നം സോൾവ് ആക്കാൻ ശ്രമിക്കുന്നു. ആരോ എവിടെന്നോ എന്തോ ചെയ്ത അറ്റാക്കിൻ്റെ പുറത്ത് അതിനും കൗൺസിലറാണ് പ്രതിയായത്. അവിടുത്തെ ജനങ്ങളോട് ചോദിച്ചാൽ അറിയാം, കൗൺസിലർ അവിടെ വന്നിട്ട് എന്ത് ചെയ്തു എന്നുള്ള കാര്യം ചോദിച്ചാൽ അറിയാൻ പറ്റും. സുഗതൻ CPMന്റെ കണ്ണിലെ കരട ആവുന്നത് എപ്പോഴാണ്? അത് വട്ടിയൂർക്കാവ് വികസന ആക്ഷൻ കൗൺസിൽ എന്നൊരു ഇത് അദ്ദേഹമായിട്ട് രൂപീകരിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് വട്ടിയൂർക്കാവിലെ വികസനവുമായി ബന്ധപ്പെട്ട് മുൻ MLA പ്രശാന്ത് അദ്ദേഹവുമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ അദ്ദേഹം തന്നെ ഉണ്ടാക്കിയതാണ്. കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ അവിടെ എന്ത് ചെറിയ പ്രശ്നം വന്നാലും അതിൽ മെയിനായിട്ട് മെയിനായിട്ട് അതിൽ ഉൾപ്പെടുത്തുന്നതും അതിൽ കേസിൽ പ്രതിയാക്കുന്നതും ഈ സുഗതൻ ആയിരിക്കും. സുഗതൻ ആറിനെ ആയിരിക്കും അവിടെ ഒരു ഗുണ്ടയായിട്ട് ചിത്രീകരിച്ച് ഇപ്പോഴും നല്ല ഏകദേശം കുറേ വർഷങ്ങൾ കൊണ്ട് ഈ ഗുണ്ടയായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കൗൺസിലർ മുൻ MLA ആണ്. മുൻ MLA ആണ് ഇതിന് പിന്നിൽ. VK പ്രശാന്ത് അല്ലേ? അതെ, മുൻ MLA ആണ്. VK പ്രശാന്താണ്. VK പ്രശാന്തിൻ്റെ വൈരാഗ്യ ബുദ്ധിയോടു കൂടിയാണ് എൻ്റെ ഹസ്ബൻഡിനെ ഈ ഓരോ പ്രശ്നത്തിനും ഇങ്ങനെ ബലിയാടാക്കിക്കൊണ്ടിരിക്കുന്നത്.